വിവാദങ്ങൾ തുണയ്ക്കുമോ എന്നുള്ളതാണ് ചോദ്യം. വിവാദങ്ങൾ ഇപ്പോൾ 2021 തുണച്ചത് പിണറായി സർക്കാരിനെയാണ്. വിവാദങ്ങളുടെ പെരുമഴക്കാലത്താണ് പിണറായി വിജയൻ 8 സീറ്റ് വർദ്ധിപ്പിച്ച് അധികാരത്തിലേക്ക് വരുന്നത്. ആ വിവാദങ്ങൾക്ക് നേതൃത്വം നൽകുന്ന പാർട്ടി അമ്പെ തകർന്നടിയുന്ന കാഴ്ചയാണ് കണ്ടത്. വിവാദങ്ങൾ എന്തുകൊണ്ടാണ് സർക്കാരിനെ പിന്തുണയ്ക്കുന്നു എന്ന് പറയുന്നത്? കാര്യം വിവാദങ്ങൾ ഉയർത്തുന്നവരെ ഈ പൊതുജനം വിശ്വസിക്കുന്നുണ്ടോ എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. നമുക്കെതിരെ, പ്രത്യേകിച്ച് എനിക്കെതിരെ ചില കോൺഗ്രസിലെ ചില നേതാക്കൾ പറഞ്ഞത്, നിങ്ങളെപ്പോഴും പ്രതിപക്ഷത്തെക്കുറിച്ചാണ് വിമർശനം ഉന്നയിക്കുന്നത്. പ്രശ്നം അതാണെന്നേ, ഒരു വിഷയത്തെ നിങ്ങൾ സമീപിക്കുന്ന രീതി. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ദാരിദ്ര്യ വിമുക്ത കേരളം എന്ന പ്രഖ്യാപനം എന്നൊരു പ്രഖ്യാപനത്തിൽ എന്താണ് യഥാർത്ഥത്തിൽ നടന്നതെന്ന് പ്രതിപക്ഷം പഠിച്ചിട്ടില്ല എന്ന് തന്നെയാണ് എൻ്റെ നിലപാട്. ഞാനിത് പറയേണ്ട ഒരു കാര്യമുണ്ട്. ജിമ്മി, 4 മാസങ്ങൾക്ക് മുമ്പ് പ്രോഗ്രസ് റിപ്പോർട്ട് സർക്കാർ പുറത്തിറക്കുമ്പോൾ ആ പ്രോഗ്രസ് റിപ്പോർട്ടിൽ വ്യക്തമായിട്ട് എഴുതി വെച്ചിട്ടുണ്ട് 79% ആളുകളെ ദാരിദ്ര്യമുക്തമാക്കി, ഇനി 21% ബാക്കിയുള്ളൂ. അന്ന് വിമർശനം ഉന്നയിക്കാത്ത പ്രതിപക്ഷം എവിടെയായിരുന്നു? ഇങ്ങനെ ഓരോരോ കാര്യങ്ങളിൽ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏതു പ്രധാനപ്പെട്ട ആരോപണത്തിലാണ് ഒരു കഴമ്പുള്ളതായി തോന്നിയിരിക്കുന്നത്, നമുക്ക് കഴമ്പുള്ളതായി തോന്നിയിരിക്കുന്നത്? ഞാനൊരു കാര്യം പറയാം. ഇപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ വിവാദമായിരുന്നു K-ഫോണിലെ അഴിമതി. ആ അഴിമതി ഇപ്പോൾ എവിടെയാണ്? പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്നൊരു വലിയ അഴിമതിയായിരുന്നു AI-യിലെ അഴിമതി. എന്താ കോടതി പറഞ്ഞത്? എടുത്തുകൊണ്ട് പോകാനാണ് പറഞ്ഞത്. പബ്ലിസിറ്റി ഇൻട്രസ്റ്റ് ലിറ്റിഗേഷൻ ആണോ എന്നാണ് ചോദിച്ചത് പ്രതിപക്ഷ നേതാവിനോടാണ്. ഒന്ന് ആലോചിച്ച് നോക്കൂ. പ്രതിപക്ഷം ഉയർത്തുന്ന സബ്സ്റ്റാൻറ്റീവായ വിഷയങ്ങളെ നമ്മൾ പിന്തുണച്ചേ മതിയാവൂ എന്നുള്ളതാണ്. അപ്പോൾ പ്രതിപക്ഷം പറയുന്നൊരു കാര്യമുണ്ട്. തെരഞ്ഞെടുപ്പിന് 6 മാസങ്ങൾക്ക് മുമ്പ് നിങ്ങൾ ജനക്ഷേമ പദ്ധതികൾ പ്രഖ്യാപിച്ചത് ജനങ്ങളുടെ കണ്ണിൽ പൊടിയിടാനല്ലേ? അല്ല. ഇതെന്താണ്? കഴിഞ്ഞ 4.5 വർഷമായി ഈ സർക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രവർത്തനങ്ങളെ കാണാതെ പോകുന്നു. ഞാനൊരു ഉദാഹരണം പറയാം. ഒപ്പം എന്ന് പറയുന്നൊരു പ്രോജക്റ്റ് ഈ സർക്കാർ കൊണ്ടുവന്നു. അധികം പേര് ആരും അറിഞ്ഞില്ല, അധികം പബ്ലിസിറ്റിയും കിട്ടിയിട്ടില്ല. എന്താ ഒപ്പം പദ്ധതി? നമ്മുടെ ഓഫീസിലേക്ക് വരുന്ന വഴിക്ക് ബോർഡ് കാണുന്നുണ്ട്. എന്താ ഒപ്പം പദ്ധതി? ഈ ഓട്ടോറിക്ഷ ഡ്രൈവർമാരെ നോക്കൂ, അവരെ സമീപിച്ചിട്ട് ഈ റേഷൻ വാങ്ങാൻ പറ്റാത്ത ആളുകളെ അവരിലേക്ക് ഇത് കൊണ്ടുചെല്ലാൻ വേണ്ടിയിട്ട് സർക്കാർ കൊണ്ടുവന്നൊരു പദ്ധതിയാണ്. 137 മൊബൈൽ റേഷൻ ഷോപ്പുകൾ വിവിധ ആദിവാസി ഊരുകളിലേക്ക് സർക്കാർ കൊണ്ടുവന്നിട്ടുണ്ട്. ഞാൻ പറഞ്ഞത്, നിശബ്ദമായി താഴെത്തട്ടിൽ നടക്കുന്ന ചലനങ്ങളെ നമ്മൾ പലപ്പോഴും കാണാറില്ല എന്നുള്ളതാണ് വാസ്തവം. അതാണ് സർക്കാർ ഈ നവകേരള സദസ്സ് സംഘടിപ്പിച്ച് പറയാൻ ശ്രമിച്ചത്. പക്ഷേ നിർഭാഗ്യവശാൽ അതിൻ്റെ അവസാനമുണ്ടായ ചില സംഘർഷങ്ങൾ അതിൻ്റെ ആംഗിൾ മാറ്റിക്കളഞ്ഞു എന്നുള്ളതാണ് വാസ്തവം. അപ്പോൾ പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന വിവാദങ്ങൾക്ക് എത്ര കാലം ആയുസ്സുണ്ട് എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ട ചോദ്യമാണ്. സ്വർണ്ണക്കടത്ത് ആരും മിണ്ടുന്നില്ല. സ്വർണ്ണക്കടത്ത് എന്തുകൊണ്ടാണ് പ്രതിപക്ഷം മിണ്ടാതിരിക്കുന്നത്? അത് ചലഞ്ച് ചെയ്യാണ്. പ്രതിപക്ഷം എന്തുകൊണ്ടാണ് അന്നത്തെ സ്വർണ്ണക്കടത്ത് വിവാദത്തെക്കുറിച്ച് ഒരു അക്ഷരം മിണ്ടാത്തത്? എന്താ മിണ്ടാത്തത്? ആ കേസ് അവസാനിച്ചോ? അവസാനിച്ചില്ല. ആ കേസ് അന്വേഷിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഇപ്പോൾ ആർക്കും മുഖ്യമന്ത്രിയുടെ ഓഫീസിനെ കുറിച്ച് പറയാനില്ലേ? ഇപ്പോൾ ഈ ഖുറാനിലൂടെ സ്വർണ്ണക്കടത്ത് നടത്തിയതിനെ കുറിച്ച് ആർക്കും പറയാനില്ലേ? എക്സാലോജിക്കിനെ കുറിച്ച്, CMRL വിഷയത്തിൽ എക്സാലോജിക്കിന്റെ കാര്യത്തിൽ ഒരു അന്വേഷണം SFIO നടക്കുന്നുണ്ട്. തടയാനുള്ള ശ്രമം സുപ്രീം കോടതി തൽക്കാലം ഹൈക്കോടതി തൽക്കാലം തടഞ്ഞിട്ടുണ്ട്. അത് ആ കേസ് അവിടെ നിൽക്കുന്നുണ്ട്. പക്ഷേ CMRLുമായി ബന്ധപ്പെട്ട് അപകീർത്തികരമായ കാര്യം പറയാൻ പാടില്ലെന്ന് ഹൈക്കോടതി പറഞ്ഞിട്ടുണ്ട്. CMRലും എക്സാലോജിക്കും തമ്മിലുള്ള ഇടപാട് വിജിലൻസ് അന്വേഷിക്കണം എന്നുള്ള നിലപാട് കോടതി എടുത്ത് തോട്ടിക്കളഞ്ഞു. കാര്യം അതിനകത്ത് സർക്കാർ ഏതെങ്കിലും തരത്തിൽ ഗുണം ചെയ്തിട്ടില്ലെന്ന് മാത്രമല്ല, സർക്കാർ സ്വീകരിച്ചത് CMRലിനെതിരായിട്ടുള്ള നിലപാടാണ് എന്നുള്ളത് നമ്മൾ തെളിവ് സഹിതമല്ലേ പറഞ്ഞത്? ഏത് വിഷയത്തിലാണ് പ്രതിപക്ഷം ഉറച്ചു നിന്നത്? ഞാൻ ഇപ്പോഴും ആവർത്തിക്കുന്ന ഒരു കാര്യം ഇതാ. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ ശബരിമലയിലെ വിഷയം വന്നു. അതായിരുന്നു കേട്ടോ പ്രതിപക്ഷ നേതാവ് പറഞ്ഞ ബോംബ്. ആ ശബരിമലയിലെ ബോംബ് ഇപ്പോൾ എന്താ വലിയ ചർച്ചയാവാത്തതിൻ്റെ കാരണം? ഇതിപ്പോൾ അന്വേഷണം എവിടെയാണ് പോയി നിൽക്കുന്നത്? ഉണ്ണികൃഷ്ണൻ പോറ്റി കഴിഞ്ഞാൽ നിൽക്കുന്നത് ഈ പറയുന്ന മുരാരി ബാബു കഴിഞ്ഞാൽ സുധീഷ് കുമാർ. ഇന്നിപ്പോൾ N വാസുവിനെ ചോദ്യം ചെയ്യാൻ വിളിച്ചിട്ടുണ്ട്. പരമാവധി ഇത് അവിടുത്തെ ജയശ്രീ അടക്കമുള്ള ഉദ്യോഗസ്ഥരിലേക്ക് പോയി നിൽക്കും. 2 പേര് കോൺഗ്രസ് അനുകൂല സംഘടനയിലും 2 പേര് CPM അനുകൂല സംഘടനയിലും പെട്ടവർ. ഈ ഒരു രാഷ്ട്രീയ ഗൂഢാലോചന ഇതുവരെയും തെളിയിക്കാൻ സാധിച്ചിട്ടുണ്ടോ? ഇതിലെവിടെയെങ്കിലും സാധിച്ചിട്ടുണ്ടോ? എവിടെ? ഇതുവരെ ഇപ്പൊ നോക്കൂ, മുരാരി ബാബു പിന്നെ ആരായനി ഇതുവരെയുള്ള വിവരങ്ങൾ നമ്മുടെ മുന്നിൽ രാഷ്ട്രീയ ഗൂഢാലോചന നോക്കൂ. അല്ലല്ല, എന്റെ സംശയം ഇതാണ്. ഇത് തന്നെയാണ് 2 ദിവസം കഴിഞ്ഞാൽ കോടതിയിൽ 2ാമത്തെ റിപ്പോർട്ട് കൊടുക്കും. അങ്ങനെയല്ലേ ആരോപണം വന്നു, SIT അന്വേഷണം പറഞ്ഞു. ഇപ്പോഴത്തെ ദേവസ്വം ബോർഡിനെ കുറിച്ച് പറഞ്ഞു. അവർ അന്വേഷിക്കട്ടെ. വസ്തുത പറഞ്ഞു പോകാം.
വസ്തുത പറഞ്ഞു പോകാം. ശിവകുമാറിന്റെ കാലത്ത് ശിവകുമാറിന്റെ അനിയൻ ജയകുമാറിന്റെ പാത്രകുംഭകോണത്തിൽ പങ്കുണ്ടായിരുന്നു എന്നുള്ള അന്വേഷണം വന്നപ്പോൾ ശിവകുമാർ രാജിവെച്ചില്ലല്ലോ. അന്നതൊരു രാഷ്ട്രീയ ആരോപണമായി ആരും ഉയർത്തിയിരുന്നില്ലല്ലോ. അന്നതൊരു വിമർശനം. അതാണ് ചോദ്യം. ഇവിടെ എവിടെയാണ് ഏതെങ്കിലും ഒരു ബന്ധം നിലവിലുള്ള ഏതെങ്കിലും ദേവസ്വം മന്ത്രിക്കെതിരെ തെളിവ് സഹിതം ഒരു ആരോപണം ഉന്നയിക്കാൻ പോലും പറ്റാത്ത ആരും ചോദിച്ച അങ്ങനല്ല. ആരും ചോദിച്ചതല്ല. നിങ്ങളുടെ ചോദ്യം അതല്ല. നിങ്ങളുടെ ചോദ്യം സാധാരണ ഉദ്യോഗസ്ഥരിലേക്ക് വന്ന് നിൽക്കും. ഈ നിമിഷം സംസാരിക്കുന്ന ഈ പൂർത്തിയായിട്ടില്ല. കോടതി ഉത്തരവുണ്ട്. കഴിഞ്ഞ ആഴ്ചത്തെ കോടതി ഉത്തരവുണ്ട്. ഈ ദേവസ്വം ബോർഡ് പഴയ സ്വർണ്ണക്കൊള്ള മറയ്ക്കാനാണ് 2000 കൊണ്ടുപോയത്. ദേവസ്വം ബോർഡ് പൊളിറ്റിക്കൽ കാര്യത്തിൽ ക്രിമിനൽ നെഗ്ലിജൻസ് സംഭവിച്ചിട്ടുണ്ടെന്ന് ക്രിമിനൽ നെഗ്ലിജൻസ് അല്ല. പക്ഷേ എന്റെ വിഷയം അതല്ലെന്നേ. ഇതിനകത്തൊരു ആരുടെ ക്രിമിനൽ നെഗ്ലിജൻസ് അല്ല. അതാണ് കോടതി പറഞ്ഞത്. ഒറ്റ ചോദ്യം. ഇതിന് പിന്നിൽ ഒരു രാഷ്ട്രീയ ഗൂഢാലോചനയുള്ളതായിട്ട് ഈ നിമിഷം വരെയും നമ്മുടെ മുന്നിൽ തെളിവുകളുണ്ട്. എന്റെ വാദം ഉദ്യോഗസ്ഥർ മാത്രമല്ലെന്നാണ്. എന്റെ വാദം രാഷ്ട്രീയ ഗൂഢാലോചന രാഷ്ട്രീയ ഗൂഢാലോചന ഞാൻ പറഞ്ഞില്ലല്ലോ. ഞാൻ പറഞ്ഞില്ലല്ലോ. അല്ലല്ല അരുൺ പറഞ്ഞത് അല്ലല്ല അരുൺ പറഞ്ഞത് അല്ല താങ്കൾ പറഞ്ഞത് നിൽക്കും. ഞാൻ പറയുന്നത് ഉദ്യോഗസ്ഥരിൽ നിൽക്കില്ല. ഇപ്പോൾ തന്നെ ദേവസ്വം ബോർഡിനെതിരെയാണ്. ഹൈക്കോടതി ദേവസ്വം ബോർഡിലേക്ക് പോകുന്ന ആർക്കാ വിരോധം? രാഷ്ട്രീയ ഗൂഢാലോചന ഈ നിമിഷം വരെയും എന്തുകൊണ്ടാണ് ഉന്നയിക്കാൻ പറ്റാത്തത്? രാഷ്ട്രീയ ഗൂഢാലോചന അന്വേഷിക്കുന്ന SIT അന്വേഷിക്കണം. ഒരു വിഷയമേ ഉള്ളൂ. ഉദ്യോഗസ്ഥരിൽ ചെന്ന് നിൽക്കും. ഞാൻ പറഞ്ഞു ഉദ്യോഗസ്ഥരിലല്ല. ഇപ്പോൾ തന്നെ സംസാരിക്കുന്ന സമയത്ത് ബാബുവും സുധീഷ് കുമാറും ഉണ്ണികൃഷ്ണൻ പോറ്റിയുമാണ് അറസ്റ്റിലുള്ളത്. നാളെ ഒരുപക്ഷെ ജയശ്രീ കൂടി അറസ്റ്റിലാവാം. ഒരുപക്ഷെ എൻ വാസു അതിൽ വളരെ കൃത്യമായി ലീഗലി അദ്ദേഹം ഒരു ഡിഫൻസ് സ്റ്റാൻഡ് എടുത്തിട്ടുണ്ട്. ഞാൻ കരുതുന്നില്ല അതിൽ ഏതെങ്കിലും തരത്തിൽ എൻ വാസു വ്യക്തിപരമായ നേട്ടം ഉണ്ടെങ്കിൽ അയാൾ അകത്ത് പോകണമെന്ന കാര്യത്തിൽ ഒരു സംശയവും എനിക്കില്ല. പക്ഷേ ഈ നിമിഷം എൻ വാസു അറസ്റ്റ് ചെയ്യപ്പെട്ടിട്ടില്ല. ഇത് ചോദ്യം ചെയ്ത് വിട്ടയക്കുകയാണ് ചെയ്തിരിക്കുന്നത്. നോക്കൂ, അതിന്റെ കാരണം എന്താണെന്ന് വെച്ചാൽ നിലവിൽ അതിലേക്ക് ലീഡ് ചെയ്യുന്ന ഒരു ഗൂഢാലോചനയുടെ ഏതെങ്കിലും ഒരു തുമ്പ് നമുക്ക് കണ്ടെത്താൻ പറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഏറ്റവും അവസാനത്തെ ഹൈക്കോടതി ഉത്തരവ് വായിച്ചാൽ മതി. ദേവസ്വം ബോർഡ് 2019 സ്വർണ്ണക്കൊള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് വീണ്ടും സ്വർണം കൊണ്ടുപോയത്. അങ്ങനെ തന്നെ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് ജിമ്മിക്കോ എനിക്കോ ഈ പാനലിലുള്ള എനിക്കുണ്ട് തെളിവ് സഹിതം പറയാം. ഹൈക്കോടതി ഉത്തരവാണ് ഞാൻ പറയാം. ഓർഡർ ഞാൻ പറയട്ടെ. താങ്കൾ പറയുന്നത് മാത്രം അല്ല. ഹൈക്കോടതി രാഷ്ട്രീയ ഗൂഢാലോചന എന്റെ ഉത്തരം പറയാൻ അനുവദിക്കുമെങ്കിൽ ഞാൻ പറയാം. ഹൈക്കോടതി രാഷ്ട്രീയ ഗൂഢാലോചനയെ കുറിച്ച് പറഞ്ഞിട്ടുണ്ടോ? ഗൂഢാലോചന ഉൾപ്പെടെ നടന്നുവെന്ന് ദേവസ്വം വിജിലൻസ് കോടതിയെ അറിയിച്ചതിൽ ബാക്കി പറയട്ടെ. ദേവസ്വം വിജിലൻസ് അറിയിച്ചതിൽ ഇപ്പോൾ കോടതി പറഞ്ഞ കാര്യം എന്താണ്? അന്തിമ റിപ്പോർട്ട് വന്നതിന് ശേഷമുള്ള ഇപ്പോഴത്തെ SITയുടെ അന്വേഷണത്തിൽ ഹയർ ലെവൽസിലേക്ക് അന്വേഷണം പോകണമെന്ന് കൃത്യമായ ഉത്തരവിൽ പറഞ്ഞിട്ടുണ്ട്. ഹയർ ലെവൽ ദേവസ്വം മന്ത്രി അടക്കമാണ്. ദേവസ്വം മന്ത്രിക്ക് ദേവസ്വത്തിന്റെ സ്വത്തിൽ ദേവസ്വം ബോർഡിന്റെ ഈ ആഭരണങ്ങൾ സൂക്ഷിക്കുന്നതിൽ എന്ത് അധികാരമാണുള്ളത്? ഒരു പൊളിറ്റിക്കൽ ബില്ലില്ലേ ദേവസ്വം മന്ത്രിക്ക് അപ്പോൾ ഒരു ഉത്തരവാദിത്വമില്ലെങ്കിൽ താങ്കളും വെക്കണ്ട. ഒരു 15 ദിവസം രാഷ്ട്രീയ ഗൂഢാലോചന എന്ന വാക്ക് കോടതിയുടെ വിധിയിലുണ്ട്. ഗൂഢാലോചന എന്നതിൽ രാഷ്ട്രീയ നിയമനമാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ്. ദിവസം മുമ്പ് ഞാൻ ഇപ്പൊ കോടതി പറഞ്ഞു ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇതുവരെ അപ്പൊ രാഷ്ട്രീയ ഗൂഢാലോചനയുണ്ട് എന്നുള്ളത് നിങ്ങൾ രണ്ട് പേരും മറുഭാഗത്തിൽ നിന്ന് ഇത്രയും വാദിച്ചു. ഞാൻ വാദിച്ചില്ലല്ലോ. ഇല്ലല്ലോ. നിങ്ങൾ പറഞ്ഞത് പക്ഷേ ഉദ്യോഗസ്ഥരിലേക്ക് എത്തിയിട്ടില്ല. ഉദ്യോഗസ്ഥർ മാത്രമല്ലേ ഉദ്യോഗസ്ഥർ മാത്രമല്ല ഹൈക്കോടതിയുടെ ഓർഡറാണ് ഞാൻ വായിച്ചത്. നടക്കല്ലേ നമ്മൾ ഈ സംസാരിക്കുന്ന ഒരു നിമിഷം നമ്മൾ ഇതുവരെ സംസാരിക്കുന്ന സമയത്ത്
3 പേർ അറസ്റ്റിലായി, ആണ്. 2 പേര് ഉദ്യോഗസ്ഥർ, ഒരാൾ ഉണ്ണികൃഷ്ണൻ പോറ്റി. പൊളിറ്റിക്കലായിട്ട് ആരെ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്? അന്വേഷണം കഴിഞ്ഞു. ഇല്ല, അതുകൊണ്ടാണ് ഈ നിമിഷം എന്ന് ഞാൻ അല്ലല്ല, പറഞ്ഞത്. ഈ നിമിഷം വരെ ഹൈക്കോടതി വസ്തുതയല്ലേ? അത് ശരി, ഇത് വസ്തുതയാണോ? ഏത് വസ്തുത? ഹൈക്കോടതി പറയുന്നു ആ. 2024 ദേവസ്വം ബോർഡ് 2019 സ്വർണ്ണക്കൊള്ള മറയ്ക്കാൻ വേണ്ടിയിട്ടാണ് ഇത് ചെയ്തത്. ഉണ്ടോ? ഇല്ല, അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല പറഞ്ഞത്. അങ്ങനെയല്ല അങ്ങനെയല്ല പറഞ്ഞത്. പറഞ്ഞത്. വേണമെങ്കിൽ സംശയിക്കാം എന്നാണ് വേണമെന്നില്ല. പറഞ്ഞിരിക്കുന്നത്. There is a ദേവസ്വം clear ബോർഡിന്റെ chance. കാര്യത്തിൽ There is ദേവസ്വം a ബോർഡിന്റെ കാര്യത്തിൽ clear അങ്ങനെ chance. സംശയിക്കാം. There is a അങ്ങനെ clear സംശയിക്കാം. chance. നോക്കൂ, There is a clear chance. പറഞ്ഞു വരട്ടെ. അപ്പൊ രാഷ്ട്രീയ ഗൂഢാലോചന എന്നുള്ളത് ജിമ്മി പറയുന്നില്ല. നമ്മൾ പറഞ്ഞു അല്ല, ജിമ്മി പറയുന്നില്ല. ഞാൻ ഞാൻ പറയുന്നില്ല. അല്ല, ഒരു പറയുന്നില്ല. ഞാൻ പറയാനുള്ളത് രാഷ്ട്രീയ പറഞ്ഞു. ഗൂഢാലോചന ദേവസ്വം ബോർഡ് ഉദ്യോഗസ്ഥർ മാത്രമല്ല, ദേവസ്വം ബോർഡ് പറയട്ടെ. ഇനി ഒരത്തെ കാര്യം കൂടി. ആ, 3 ദേവസ്വം മന്ത്രിമാരുടെയും ഇതാണ് വിവാദങ്ങളുടെ അവസ്ഥ. നമ്മൾ സ്വർണ്ണക്കടത്ത് എങ്ങനെ ചർച്ച ചെയ്തോ, സ്വർണ്ണക്കടത്ത് എങ്ങനെ ചർച്ച ചെയ്തോ, മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചു എന്ന് പറഞ്ഞ ആളുടെ പേര് കെ സുരേന്ദ്രനാ. തെളിവ് കൊടുത്തിട്ടുണ്ടോ സുജയ് ഇന്നേ വരെ? അത് സുരേന്ദ്രനോട് ചോദിക്കണം. ആ, എന്റെ പേര് അതാണ്. സുരേന്ദ്രൻ അല്ല. സുരേന്ദ്രനോട് ചോദിച്ചോണ്ടേ ഇരിക്കുക. ആ, എന്റെ ബി പേര് ജെ പിയോട് സുരേന്ദ്രൻ ചോദിച്ചോണ്ടേ അല്ല. ഇരിക്കുക. മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വിളിച്ചാണ് സ്വപ്ന സുരേഷിന്റെ സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട വിവരത്തിൽ ആദ്യം ഇടപെട്ടതെന്ന് പറഞ്ഞത് ഇവിടുത്തെ BJP നേതാവാ. ഇതാണ് ഞാൻ പറഞ്ഞത്. ഇത് കേരളത്തിലെ ജനങ്ങൾ വിശ്വസിക്കാതെ പോയതുകൊണ്ടാണ് 2021 കിട്ടിയത്. അത് മാത്രമല്ലെന്നേ, ഒരു സർക്കാരിന്റെ ഭരണവിരുദ്ധ വികാരത്തെ നിങ്ങൾ എങ്ങനെയാണ് അളക്കുന്നത്? ഈ സർക്കാരിലെ ഏത് മന്ത്രിക്കെതിരെയാണ് വളരെ ക്രെഡിബിളായി ജനങ്ങൾ വിശ്വസിക്കുന്ന രീതിയിൽ ഒരു അഴിമതി ആരോപണം ഉന്നയിച്ചിട്ട് അത് തെളിയിക്കാൻ സാധിച്ചിട്ടുള്ളത്? ഒരെണ്ണം. നമ്മൾ ശബരിമല കഴിഞ്ഞോ? ഒരെണ്ണം. അല്ല, പറയൂ, താങ്കൾ പറയൂ. ഏതെങ്കിലും മന്ത്രിക്കെതിരെ ശബരിമലയല്ലല്ലോ വിഷയം. ശബരിമല ഒരു വിഷയമാണ്. ശബരിമല ഒരു വിഷയമാണ്. ഈ ചർച്ചയിൽ അങ്ങനെ ഒരു കേസില്ലായിരുന്നു. എന്റെ ചോദ്യം ഇതാ. ഞാൻ 3 പോയിന്റേ ഉള്ളൂ. അത് ഞാൻ പറയട്ടെ. ഒന്ന്, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവരുന്ന ആരോപണങ്ങൾ കൽപ്പായുസ് മാത്രമാണ്. ഇതാണ് എന്റെ വാദം. താങ്കൾ സമ്മതിക്കുന്നുണ്ടോ ഇല്ലയോ? ഇല്ല. എങ്കിൽ പറയൂ, പ്രതിപക്ഷം ഉയർത്തിക്കൊണ്ടുവന്ന ഏത് ആരോപണമാണ് ഇപ്പോഴും നമ്മൾ പൊതുമധ്യത്തിൽ ചർച്ച ചെയ്ത് കഴിഞ്ഞ 5 വർഷമായി ചർച്ച ചെയ്ത് തെളിവ് സഹിതം ഈ സർക്കാരിനെ പ്രതിക്കൂട്ടിൽ നിർത്തുന്നത്? അങ്ങനെയാണ് ഞാൻ തിരിച്ചൊരു കാര്യം ചോദിക്കുന്നത്. പറയൂ. 2011-14 ഏതെങ്കിലും ആരോപണം അന്വേഷിച്ച് തെളിയിക്കപ്പെട്ടിട്ടുണ്ടോ? പറയൂ. അതാ പറഞ്ഞത്. ഇത് പറയൂ. ഏതാണ് പ്രതിപക്ഷത്തിന്റെ എക്സാലോജിക്കിന്റെ കേസ്? എക്സാലോജിക്കിൽ കഴിഞ്ഞ ആഴ്ച എക്സാലോജിക്കിന്റെ കേസിൽ നന്നായി പറഞ്ഞു. എക്സാലോജിക്കിന്റെ കാര്യത്തിൽ വിജിലൻസിന്റെ കോടതിയുടെ കണ്ടെത്തൽ എന്താ? വിജിലൻസ് കോടതി അല്ലെന്ന്, SFIO ആണ്. SFIO ആണ്. വിജിലൻസ് കോടതി അത് കഴിഞ്ഞു. SFIO ആണ്. എക്സാലോജിക്കും CMRL-ഉം തമ്മിലുള്ള വിഷയത്തിലല്ലേ അഴിമതി വരിക? കേക്കൂ, താങ്കൾ അഴിമതിയുടെ കാര്യമല്ലേ പറയുന്നത്? ഞാൻ SFIO-യുടെ സ്വജനപക്ഷപാതമാണ് പറഞ്ഞത്. മുഖ്യമന്ത്രിയുടെ സമയമുള്ളൂ. അഴിമതി ആരോപണം. മുഖ്യമന്ത്രിയുടെ മകൾ വെറുതെ ഹൈക്കോടതി തള്ളുമ്പോഴും ജിമ്മിയെ പോലുള്ളവർ പറഞ്ഞുകൊണ്ടിരിക്കും എക്സാലോജിക്ക് CMRL വിഷയം അണഞ്ഞിട്ട്. ഇല്ല, CMRL എക്സാലോജിക്കൽ വിജിലൻസ് കേസിന്റെ കേസേ ഇല്ല. എന്താ ഉള്ളത്? അപ്പൊ അഴിമതി അഴിമതി ഉണ്ടോ? SFIO എന്താ കമ്പനി നിയമപ്രകാരമുള്ള ഡയറക്ടർ ബോർഡുമാരുടെ വിഷയങ്ങളാണ് SFIO അന്വേഷിക്കുന്നത്. എന്താ വിഷയം? കേക്കൂ. നിങ്ങൾ ഇടപെടുന്നത് എന്റെ സമയമാണ്. ഞാൻ കേൾക്കൂ. സുജയ ചോദിച്ചു. ഒറ്റ ചോദ്യത്തിന് ഉത്തരം കിട്ടിയാൽ മതി. ഈ സർക്കാരിനെതിരെ പ്രതിപക്ഷം കൊണ്ടുവന്ന ക്രെഡിബിളായ ഞാൻ പറയുന്നു ഈ കേരളം കണ്ട ഏറ്റവും വിശ്വസനീയമായ കാര്യമാണ് ഡാഡിയുടെ മകൾക്ക് ഒരു കമ്പനി മുതലാളി ചുമ്മാ കുറച്ച് പൈസ കൊടുക്കണം. അവസാനം മുഖ്യമന്ത്രി ഡിഫൻസ് ആണ് പറയുന്നത് അത് ടാക്സ് അടച്ചല്ലോ. ശരി, ഇത് അന്വേഷിക്കേണ്ടത് ആരാണ്? ഈ കേസ് അന്വേഷിക്കേണ്ടത് ആരാണ്? അഴിമതി കേസ് അന്വേഷിക്കേണ്ടത് ആരാണ്? കേട്ടില്ല. ഈ അഴിമതി കേസ് അന്വേഷിക്കേണ്ടത് ആരാണ്? കേരളത്തിൽ ഏത് സംവിധാനത്തിന് അന്വേഷിക്കാം? വിജിലൻസിന്റെ അന്വേഷണം വേണമെന്ന് ഹൈക്കോടതിയിൽ പരാതി കൊടുത്തത് നമ്മളുടെ മാത്യു കുഴൽനാടൻ. വിജിലൻസ് കോടതി തള്ളിയോ? തള്ളി. അതിനുശേഷം ഹൈക്കോടതിയിലേക്ക് പോയപ്പോ തള്ളിയോ?
എന്തുകൊണ്ട് എന്താ കാരണം? എന്താ ലോജിക്ക്? എന്താ കാരണം? ഇതിനകത്ത് ഒരു തരത്തിലുള്ള ലാഭവും CMR പറ്റിയിട്ടില്ല. CMRL കമ്പനി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം? നിങ്ങൾ ഇങ്ങനെ പറയല്ലേ? ഇത് പ്രേക്ഷകരോട് കേൾക്കണം. വളരെ വളരെ ലളിതമായി ഇതുവരെ ഒരു പൈസ പോലും പിണറായി വിജയൻ സർക്കാർ CMRL കൊടുത്തിട്ടില്ല എന്നുള്ള ഒറ്റ യുക്തി കൊണ്ട് ഒരു കാര്യവുമില്ലാതെ ഡാഡിയുടെ മോൾക്ക് ഒരു മുതലാളി ചുമ്മാ കൊണ്ട് കുറച്ച് പൈസ കൊടുക്കും. ഒരു കാര്യവും ജനം ഒരു ഡിഫൻസ് അല്ല. കോടതി എന്തുകൊണ്ടാ തള്ളിയത് അത് പറയൂ. ഇപ്പോൾ ഇതുവരെ തെളിവില്ല ആണല്ലോ. അതെങ്ങനെ ചർച്ച ചെയ്തിരുന്നത്? ഞാൻ വിട്ടില്ല. എന്റെ കയ്യിൽ തെളിവില്ല. ആരുടെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കമ്പനി യാതൊരു തരത്തിലുള്ള പ്രവൃത്തിയും ഇല്ലാതെ ചുമ്മാ കുറച്ച് പൈസ കൊടുത്തു. ആ പൈസ എന്തിനാണെന്ന് നമുക്കറിയണം. അപ്പൊ പറയാണ് ഞാൻ തിരിച്ചൊരു പ്രയോജനവും ചെയ്തില്ല എന്ന്. പല രീതിയിലാണ് ഈ നാട്ടിൽ അഴിമതി നടക്കുന്നത്. എന്തെങ്കിലും സാധ്യത ഇവിടെ പ്രധാനപ്പെട്ട പലരുടെ മക്കളെ വിദേശത്ത് പല കമ്പനിയുടെ വൈസ് പ്രസിഡന്റുമാരാക്കി വെച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഒന്നും ഇങ്ങോട്ട് കിട്ടാനല്ല, ഏതെങ്കിലും ഒരു കാലത്ത് എന്തെങ്കിലും ഒരു പ്രയോജനം കിട്ടും എന്നുള്ളത് വിചാരിച്ചുകൊണ്ട് തന്നെയാണ്. ഇതൊന്നും ജനങ്ങൾക്ക് മനസ്സിലാവും. ഇത് വളരെ വ്യക്തമായ പറഞ്ഞോട്ടെ. കോടതിയിൽ ഇല്ല എന്ന് താങ്കൾ പറഞ്ഞാൽ കോടതിയിലുണ്ട്. കർണാടക ഹൈക്കോടതി ഡിവിഷൻ ബെഞ്ചിൽ ഡിസംബർ 3 എടുക്കാൻ എന്താണ്? ഡിവിഷൻ ബെഞ്ചിലല്ല, നിങ്ങൾ കോട്ട് ചെയ്യുന്ന വീണ എന്ന വീണ തൈക്കണ്ടിയിൽ എന്ന വീണ വിജയൻ, പിണറായി വിജയന്റെ മകൾ വീണ വിജയൻ അന്വേഷണം തടയണമെന്ന് ആവശ്യപ്പെട്ട് കൊണ്ടുകൊടുത്ത അപ്പീലിന്മേൽ അന്വേഷണം തടയാനാകില്ല എന്ന് ഡിവിഷൻ ബെഞ്ച് സീരിയസ് ഫ്രോഡ് എന്റെ സമയത്ത് കയറി വാസ്തവവിരുദ്ധമായ ഒരു തെളിവിന്റെ കണിക പോലും ഇല്ലാത്ത വിഷയം തെളിവുണ്ട്. വിജിലൻസ് താങ്കൾക്ക് ആകെ ഒരു വിജിലൻസ് അല്ലേ പറയാനുള്ളത്? ജിമ്മി, ഈ സീരിയസ് ഫ്രോഡ് എന്നത് ഉദ്ദേശിക്കുന്നത് സർക്കാർ സംവിധാനവുമായി ബന്ധപ്പെട്ട ഫ്രോഡാണോ? അതെ, ഏത് രീതിയിലും ആവാം. ജനങ്ങളെ മണ്ടന്മാരാകല്ലേ? സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറയുന്നത് ഒരു കമ്പനിയുടെ ആഭ്യന്തര മന്ത്രാലയത്തിൽ കമ്പനിയുടെ മന്ത്രാലയവുമായി ബന്ധപ്പെട്ട് കമ്പനിയുടെ റൂൾസുമായി ബന്ധപ്പെട്ടിരിക്കുന്ന കാര്യത്തിൽ വന്നിരിക്കുന്ന വീഴ്ചകളാണ്. ഒരു കാര്യം ഒരു കമ്പനിയുടെ ഡയറക്ടർക്ക് പരാതി ഉണ്ടെങ്കിൽ SFIOക്ക് പരാതി കൊടുക്കാം. അതിന് സർക്കാരുമായി ഒരു ബന്ധവും ഇല്ല. വേണമെന്നില്ല. നിങ്ങൾക്ക് ഇത് എത്ര പറഞ്ഞാലും നിങ്ങൾക്ക് മനസ്സിലാവാത്തത് സീരിയസ് ഫ്രോഡ് അന്വേഷിക്കാം. അഴിമതി ഇല്ല. അപ്പൊ വിജിലൻസ് ഒരു കാരണവശാലും ഇല്ല. സീരിയസ് ഫ്രോഡ് അത് കുഴപ്പമില്ല. അഴിമതി നമ്മൾ തള്ളി. കോടതി തള്ളുന്നത് സാങ്കേതികമാണ്. ഇതിനകത്ത് ഈ നിമിഷം വെല്ലുവിളിക്കുക. ഞാൻ നിങ്ങളെ സീരിയസ് ഫ്രോഡ് ഞാൻ അരുണിനെ വെല്ലുവിളിക്കാണ്. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഞാൻ നിങ്ങൾ വെറുതെ കാര്യമില്ല. സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് പറഞ്ഞ കേസിൽ അന്വേഷണം നടക്കുകയാണ്. ആണല്ലോ കമ്പനിയുടെ പണം കൈപ്പറ്റി സേവനമില്ലാതെ പണം കൈപ്പറ്റി
ആണല്ലോ SFI അന്വേഷിക്കുന്നത്. SFI അന്വേഷിക്കുന്ന ആളല്ല. അത് ROC അന്വേഷിക്കുന്നതാണ്. SFI അതല്ല. രണ്ടാമത്തെ കാര്യം ജിമ്മി, എന്റെ ചോദ്യം ഇതാണ്. CMRലുമായി ബന്ധപ്പെട്ട മുഖ്യമന്ത്രിയുടെ മകളെ സേവ് ചെയ്യേണ്ട ഉള്ള കാര്യം ഞാൻ പറഞ്ഞോട്ടെ. ഞാൻ പറയുന്ന ഹൈക്കോടതി തള്ളി. ഇത് വിജിലൻസ് തള്ളി. കേരളം കേസില്ല, ഒന്നുമില്ല. കേസില്ലാത്തത് കാരണം ഡിസംബർ 3-ന് വാർത്ത വായിക്കാൻ രണ്ടുപേരോടും കർണാടക വിപരീതമായി ഹൈക്കോടതി ഉത്തരവ് ചോദിക്കാനുള്ള വായിക്കാം. സുജയ, ഒറ്റ ചോദ്യമേ ഉള്ളൂ. ചോദ്യം എന്റെ സമയമാണെന്ന് പറയാനാണെങ്കിൽ വേണ്ട. അല്ല, ഉത്തരം പറയാൻ സമയം. പക്ഷെ ഉത്തരം പറയണം. ഉത്തരം പറയുമ്പോൾ നിങ്ങൾ ഉത്തരം പറയാൻ SFI യോട് പോലും കാര്യമില്ല. സർക്കാരിന്റെ വീഴ്ച, CMRലുമായി ബന്ധപ്പെട്ട് സർക്കാർ ചെയ്തു കൊടുത്ത ഒരു വഴിവിട്ട കാര്യം പറയും. ചോദ്യം കഴിഞ്ഞു. മുഖ്യമന്ത്രിയുടെ മകൾ ആയതുകൊണ്ടാണ് ഒന്നും ചെയ്യേണ്ട മോളെ അക്കൗണ്ടിലേക്ക് പണം ഇട്ടോളാം എന്ന് പറഞ്ഞ് അങ്ങോട്ട് പണം ഇട്ട് കൊടുത്തത്. സർക്കാർ ചെയ്തൊരു കാര്യം പറയൂ. സർക്കാരിന്റെ ഭാഗം എന്ന് പറഞ്ഞാൽ സർക്കാരിനെ നയിക്കുന്ന മുഖ്യമന്ത്രിയുടെ മകൾ. ഞാൻ എത്ര പ്രാവശ്യം പറഞ്ഞു, വിദേശ കമ്പനിയിൽ പല മന്ത്രിമാരുടെ മക്കൾ വൈസ് പ്രസിഡന്റാണ്. ഒരു സഹായം ചെയ്തിട്ടില്ല. ഏതെങ്കിലും ഒരു കാലത്ത് തിരിച്ചുള്ള ഉപകാരം കിട്ടാനാണ്. നിങ്ങൾ ഇത് എന്താണ് ഈ പറയുന്നത്? എന്നിട്ട് പറയാൻ ടാക്സ് അടച്ചു, മകൾ ടാക്സ് അടച്ചു. മറുപടി ഉണ്ടോ സുജയ? താങ്കൾക്ക് ഞാൻ പറഞ്ഞല്ലോ, സുജയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. സുജയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഒരു തെളിവ് സുജയ്ക്കുള്ള മറുപടിയാണ് ഞാൻ പറഞ്ഞത്. ഞാൻ പറഞ്ഞതാണ്. താങ്കൾ പറഞ്ഞ സുജയിലേക്ക് പോയത്. അല്ലല്ല, സർക്കാർ നടത്തിയ അഴിമതി CMRൽ അതാണ് ഞാൻ പറഞ്ഞത്. ഈ കാര്യത്തിൽ ആരുടെ ഇത് വളരെ സിമ്പിൾ ആയിട്ടുള്ള കാര്യമാണ്. ഇത് ക്യാപ്സ്യൂളാണ്. മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഞാൻ പറയല്ലേ, മുഖ്യമന്ത്രിയുടെ ഭാഗത്ത് ഇതുവരെ ഒരു സഹായവും KMRലിന് ചെയ്തു കൊടുത്തിട്ടില്ല, CMRലിന് ചെയ്തു കൊടുത്തിട്ടില്ല. ഞാൻ പറയുന്ന വാദം അതല്ല. എന്റെ വാദം ഒരു കാര്യവുമില്ല. കണ്ടുപിടിച്ചല്ലോ അവസാനം. ടാക്സ് അടയ്ക്കാൻ പറഞ്ഞല്ലോ. സെറ്റിൽ ചെയ്ത് ഇനി അത് ഫർദർ ലീഗൽ പ്രൊസീഡിംഗ്സ് ഉപയോഗിക്കാൻ പാടില്ലെന്ന് പറഞ്ഞു കൊടുത്ത കേസാണ്. ഒരു കാരണവശാലും ഈ വാർത്ത എങ്ങനെ നിങ്ങൾ പറയുന്നത് പൂർണ്ണമായും തെറ്റാണ്. ടാക്സ് അടയ്ക്കാനാണ് പറഞ്ഞത്. നിങ്ങൾ കൊടുത്ത പൈസ ടാക്സ് അടച്ച് സെറ്റിൽ ചെയ്തതാണ്. ടാക്സ് എങ്ങനെ അടച്ചെന്ന് നിങ്ങൾ മാധ്യമങ്ങള് ഇവിടുത്തെ നേതാക്കന്മാർ ആരെങ്കിലും ഒന്ന് പറഞ്ഞു കൊടുക്കുമോ? ടാക്സ് അടച്ചു എന്ന് പറഞ്ഞ വിവാദം ഇത് തുടങ്ങിയത് തന്നെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കൊടുത്ത പണം ചെലവായി മാധ്യമങ്ങൾക്കും രാഷ്ട്രീയ നേതാക്കൾക്കും അമ്പലങ്ങൾക്കും കൊടുത്തത് എത്ര കോടിയാ? എന്താ പ്രശ്നം? അതുകൊണ്ട് അപ്പൊ നോക്കൂ, അപ്പൊ ഏതാ അന്വേഷിച്ചത്? ആരോട് ഒരു മിനിറ്റ് നിങ്ങളുടെ സമയമാണെന്ന് ഒരു മിനിറ്റ് മിണ്ടായിരുന്നാ പറയാം. ഒരു മിനിറ്റ് എനിക്ക് ഒറ്റ കാര്യം അറിഞ്ഞാൽ മതി. സർക്കാർ സർക്കാരിന് വഴിവിട്ട് ചെയ്തു കൊടുത്ത ഒരു കാര്യം പിന്നെ അത് തന്നെ പൊന്നരുണെ 1.78 കോടി ചെലവായി എഴുതുന്നത് പറ്റില്ലെന്നും അത് നിങ്ങളുടെ ലാഭത്തിന്റെ ഭാഗമാണെന്നും അതിന് ടാക്സ് അടയ്ക്കാനാണ് പറഞ്ഞത്. അത് സെറ്റിൽമെന്റ് അല്ല. നിങ്ങളുടെ മകൾ എന്താ റിപ്പോർട്ടിന്റെ പേര്? റിപ്പോർട്ടിന്റെ പേര് കമ്പനിയുടെ ടാക്സ് റിപ്പോർട്ട് അല്ല. അത് അവസാനത്തേത് ഞാൻ പറഞ്ഞ എന്തൊരു മണ്ടത്തിലായി പറയുന്നത്. ഞാൻ പറഞ്ഞതല്ല. കമ്പനിയുടെ ആനുവൽ അക്കൗണ്ടിൽ 1.78 crores ചെലവായി എഴുതി തള്ളി. ഇത് പറ്റില്ല എന്ന് പറഞ്ഞു.
അവസാനം കേസിന് പോയി. കേസ് ഗംഭീരമായി ആണ് സെറ്റിൽ ചെയ്ത് പറഞ്ഞത്. കേസ് തോറ്റു. എന്നിട്ട് പറഞ്ഞു ഇത് ഞാൻ പറഞ്ഞ കമ്പനിയുടെ ടാക്സ് ഡോക്യുമെന്റ് പിടിച്ച കാര്യം ഒരു വരി കൂടെ പറഞ്ഞു തീർക്കാൻ സമ്മതിക്കുമോ? ഒരു വരി കൂടെ 1.78 crores എന്ന് പറയുന്നത് നിങ്ങളുടെ ലാഭത്തിന്റെ ഭാഗമാണെന്നും ഈ കക്ഷിക്ക് കൊടുത്ത പൈസ നിങ്ങൾ വെറുതെ കൊടുത്തതാണെന്നും അത് നിങ്ങളുടെ ചെലവായി കൂട്ടാനാവില്ലെന്ന് പറഞ്ഞിട്ട് അടയ്ക്കാൻ പറഞ്ഞു. അവസാനം അടച്ചു. അതിനുശേഷം പറഞ്ഞിരിക്കുന്നത് കമ്പനിയിലെ ഉദ്യോഗസ്ഥർ പറഞ്ഞതിന് വിരുദ്ധമായി കമ്പനി മാനേജ്മെന്റ് പറഞ്ഞ കത്ത് പരിഗണിച്ചില്ല എന്നുള്ള വാദവും അതിൽ തന്നെ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അതുമായി ബന്ധപ്പെട്ട് എന്നിട്ട് എന്താ പറഞ്ഞിരിക്കുന്നത്? ഇതുമായി ബന്ധപ്പെട്ട് അന്വേഷണം ഈ ഡോക്യുമെന്റ് വെച്ചുകൊണ്ടുള്ള തുടരന്വേഷണത്തിന് ഇത് ഉപയോഗിക്കേണ്ടതില്ല എന്ന് അവിടെ സെറ്റിൽ ചെയ്ത വിഷയമാണ്. എങ്ങനെ സെറ്റിൽ ചെയ്തു? ഇന്റരിം സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ അത് വീണ വിജയന്റേത് ഈ 1.78 അതിനും അപ്പുറത്ത് 68 കോടി രൂപ ഇവിടുത്തെ വിവിധ ഉദ്യോഗസ്ഥന്മാർക്ക് ഇവിടുത്തെ രാഷ്ട്രീയ നേതാക്കൾക്ക് ഒക്കെ കൊടുത്തതിന്റെ കണക്കുകൾ അതിനകത്തുണ്ട്. അതിലെങ്ങും അന്വേഷണം ഇല്ല. ഇനി ഒരു കാര്യം കൂടി ഞാൻ ചോദിച്ചോട്ടെ ജിമ്മിയുടെ ഒന്ന്, ജിമ്മിക്ക് അഴിമതിയുടെ കാര്യം ഇതുവരെ തെളിയിക്കാൻ പറ്റിയിട്ടില്ല. എന്റെ കേസ് അഴിമതി അല്ലല്ലോ. നിങ്ങളുടെ ലാഭത്തിന്റെ ഭാഗമായി കൂട്ടാനാവില്ല, നിങ്ങളുടെ ചെലവല്ല എന്ന് പറഞ്ഞതാണ്. ഇത് പറഞ്ഞ് അവസാനിപ്പിക്കാം. ഞാൻ പറയുന്നത് പ്രതിപക്ഷം പറഞ്ഞ എന്താണെന്നറിയോ? മുഖ്യമന്ത്രിയുടെ മകൾക്ക് അഴിമതി അനധികൃതമായി എന്തൊക്കെയോ CMR ചെയ്യാൻ വേണ്ടിയിട്ട് പൈസ വീണ വിജയന്റെ അക്കൗണ്ടിൽ പൈസ മേടിച്ചു. അതുകൊണ്ട് ഇത് വിജിലൻസ് അന്വേഷിക്കണമെന്ന് പറഞ്ഞ് പ്രതിപക്ഷ MLA മാറ്റിക്കൊടുന്നാണ് കോടതി പോവാണ്. അവിടെ വിജിലൻസ് കോടതി പോയി തള്ളി. അപ്പം എന്താ പറഞ്ഞത്? ഹൈക്കോടതി പോകാനുള്ള ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞു. ഹൈക്കോടതി പോയി തള്ളി. അപ്പോൾ പറഞ്ഞു സുപ്രീം കോടതി പോകാനുള്ള ഉത്തരവ് കിട്ടിയെന്ന് പറഞ്ഞു. സുപ്രീം കോടതി പോയി തള്ളി. ഇനി പോകാൻ കോടതിയില്ല സാർ. കാരണം അറിയോ? അത് അന്വേഷിക്കാൻ ഏക വിഭാഗത്തിനെ പറ്റുള്ളൂ. അത് പറ്റുന്ന വിജിലൻസ് മാത്രമാണ്. അത് മുഴുവൻ തള്ളി. എന്നിട്ട് വിജിലൻസ് അന്വേഷിക്കേണ്ട കേസ് അഴിമതി, സർക്കാരിനെതിരെയുള്ള അഴിമതി ആരോപണം അന്വേഷിക്കണമെന്ന് പറഞ്ഞിട്ട് UDF ആണ് കോൺഗ്രസിൽ കോടതിയെ സമീപിച്ചത്. അത് വിജിലൻസ് ആണ് അന്വേഷിക്കേണ്ടതെന്ന് പറഞ്ഞു. പറഞ്ഞു. എന്നിട്ട് കോടതി പോയിട്ട് അത് തള്ളി കഴിഞ്ഞ് കഴിഞ്ഞപ്പോൾ പറയാണ് SFI ആണ് അന്വേഷണം. SFIന്റെ അന്വേഷണം എന്താ? കമ്പനിക്കാരെ കുറ്റകൃത്യങ്ങൾ മാത്രം സീരിയസ് ഫ്രോഡ് പറഞ്ഞിട്ട് കാര്യമില്ല. സീരിയസ് ആ അന്വേഷണ ഏജൻസിന്റെ പേരാണ് സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. അതിന് അന്വേഷണം പറയാം. അങ്ങനെയല്ല. കമ്പനിയുള്ളിൽ നിങ്ങൾക്ക് ഒരു മിനിറ്റ് സാറേ, കമ്പനിയിൽ 2 ഡയറക്ടർമാർ തമ്മിൽ പ്രശ്നമുണ്ട്, അല്ലെങ്കിൽ 2 കമ്പനികൾ തമ്മിൽ പ്രശ്നമുണ്ട്. ആ കാര്യങ്ങൾ അന്വേഷിക്കുന്നതാണ് SFIO. അതിനകത്ത് വീണ തൈക്കണ്ടിന്റെ കമ്പനി ഉണ്ടാവും, അത് ചിലപ്പോൾ SFI ഈ പറയുന്ന CMRL ഉണ്ടാവും. അതിൽ തമ്മിലുള്ള പ്രശ്നങ്ങൾ കാണിക്കും. അല്ലാതെ ജിമ്മി പറഞ്ഞ ഈ ഇന്ത്യൻ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടാണ് എന്റെ കയ്യിലിരിക്കുന്നത്. ഞാൻ ഉന്നയിച്ച കേസ് ഈ റിപ്പോർട്ടിനെ കുറിച്ചല്ലേ പറയുന്നത്? ഞാൻ പറഞ്ഞത് ടാക്സിലാണ് പിടിച്ച. ഈ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടാണ്. ആ സെറ്റിൽമെന്റ് ബോർഡ് റിപ്പോർട്ടിലെ 16ാമത്തെ പേജ് മീഡിയയ്ക്ക് കൊടുത്തിരിക്കുന്നത് 16,43,00,000. വിവിധ ക്ഷേത്രങ്ങൾക്ക് കൊടുത്തിരിക്കുന്നത് 17,47,00,000. അതർ എക്സ്പെൻസ് എന്ന ഹെഡിൽ രാഷ്ട്രീയ നേതാക്കൾക്കടക്കം കൊടുത്തിരിക്കുന്നത് 39,47,00,000. ഇനി അതിൻ്റെ പേജ് നമ്പർ 19, പേജ് നമ്പർ 20 എത്തുമ്പോൾ ദിസ് ഈസ് എ റഫ് നോട്ട് മെയിൻറ്റെയിൻഡ് ബൈ മീ ഫോർ ഓൺ റെഫറൻസസ്. അതിൽ പറഞ്ഞിരിക്കുന്ന നേതാക്കളുടെ പേരുകൾ കുഞ്ഞാലിക്കുട്ടി, ഉമ്മൻചാണ്ടി, പിണറായി വിജയൻ, ഇബ്രാഹിം കുഞ്ഞ്, രമേശ് ചെന്നിത്തല. എന്നതിൽ പറഞ്ഞിരിക്കുന്നത് the evidence seized statement record from the during the course of search of reversal. There are huge payment running into crores of various politicians, government servants, trade union leaders, media houses. അന്വേഷണം എവിടെ? അതാ പിണറായി വിജയനെതിരെ അന്വേഷിക്കണം. ഞാനിത് SFIO SFIO അവസാനമായി കൊടുത്ത അവരുടെ ഡോക്യുമെന്റ് ഞാൻ വായിക്കാം. The prosecution case is that the firm made a fraudulent payment of 2.7 crore to Ms. Veena and Exalogic, here now defunct IT solutions company. Mrs. Veena and her company are identified as beneficiaries of the illegal deal in the final complaint. It spans approximately. ഈ കേസിൽ സർക്കാരിന്റെ പങ്കെന്താ? അത് ശരി, നമ്മുടെ വിഷയം മുഖ്യമന്ത്രിയുടെ മകളാണ്. ആദ്യം പോലെ പറയാം, അങ്ങനെയാണെങ്കിൽ നേരിട്ട് ഈ പേരുള്ള ഉമ്മൻചാണ്ടിയും കുഞ്ഞാലിക്കുട്ടി എന്ത് ചെയ്യണം?
നേരിട്ടുള്ള പേര് അന്വേഷിക്കണം, അതും അന്വേഷിക്കണം. ഞാൻ ഇതിനകത്തുള്ള എന്റെ പ്രശ്നം ഒരു മിനിറ്റ് ഞാൻ പറയാലോ. ഈ പറയുന്ന മുഖ്യമന്ത്രി പിണറായി വിജയൻ അടക്കം ഒരാളും പൈസ വാങ്ങിച്ചാൽ സമ്മതിച്ചിട്ടില്ല. ഇതിനകത്ത് പൈസ വാങ്ങിച്ചതായി സമ്മതിക്കുന്നുണ്ട്, ടാക്സ് അടച്ചതായി പറയുന്നുണ്ട്, ടാക്സ് GST അടച്ചു, ടാക്സ് അടച്ചു, ഇതിന്റെ ഡോക്യുമെന്റ്സ് കോടതി കൊടുത്തു. മാത്യു കൊള്ളാടൻ കൊടുത്ത കേസ് അങ്ങനെയാണെങ്കിൽ നമ്മുടെ പോറ്റി പൈസ അതിന് കോൺട്രാക്ട് വെച്ച് നിയമപരമായി നടത്തിയിട്ടുണ്ട്. ഒരു നിയമപരമില്ല. ഞാനൊരു 20 പ്രാവശ്യം പറഞ്ഞു കാണും. കേട്ടില്ല. ഞാൻ 20 പ്രാവശ്യം പറഞ്ഞു. ഞാൻ പറഞ്ഞില്ലേ, സംസ്ഥാന സർക്കാരിന്റെ വേണ്ടപ്പെട്ട ആളുകളുടെ മക്കളെ പല പദവികളിൽ ഏതെങ്കിലും ഒരു പിണറായി വിജയൻ ഉൾപ്പെടെ അന്വേഷിക്കണം. നേരിട്ട് മേടിച്ചു എന്ന് പറഞ്ഞിട്ട് അത് അന്വേഷിക്കാതെ മകള് വാങ്ങിച്ചു, മകൾ ടാക്സ് അടച്ചു, മകള് വാങ്ങിച്ചു ടാക്സ് അടച്ചു. എന്ന് മാത്രമല്ല 2018 പിടിച്ച രേഖ 2022 പൂട്ടിയും വെച്ചു. 2018 പിടിച്ച രേഖ 2022 വരെ പൂട്ടിയും വെച്ചു. നിങ്ങൾ പറഞ്ഞു ആദ്യം കേസ് ഇല്ലെന്ന് പറഞ്ഞു. ഞാൻ ഈ കേസ് SFIയുടെ കേസുണ്ടോ? SFIയുടെ കേസുണ്ടോ? സീരിയസ് ഫ്രോഡാണ്. സീരിയസ് ഫ്രോഡാണോ? സീരിയസ് ഫ്രോഡാണോ? സർക്കാരിനെതിരെ അല്ല ഞാൻ പറഞ്ഞല്ലോ. ഇനി അടുത്തത് ഞാൻ ഒരൊറ്റ പോയിന്റാണ് പറഞ്ഞത്. സർക്കാരിനെതിരെയുള്ള അഴിമതി എന്ന് പറഞ്ഞാൽ സർക്കാർ എന്തെങ്കിലും സഹായം ചെയ്ത് കൊടുത്തു എന്നുള്ളത് മാത്രമല്ല, മുഖ്യമന്ത്രിയുടെ മകൾക്ക് കോടതി പറഞ്ഞോ? എന്റെ ആരോണോ പറഞ്ഞത്? കോടതി വിധി അഴിമതിയാണ്. നിങ്ങൾ എന്തീ പറഞ്ഞത്? ഈ സർക്കാർ അഴിമതി നടത്തിയിട്ടുണ്ടോ? ആരോന്തീ പറയുന്നത്? അഴിമതിയുണ്ടോ? സീരിയസ് ഫ്രോഡ് ഉണ്ടോ? സർക്കാർ എന്താണ് ഈ വീണ്ടും വീണ്ടും തിരിക്കുന്നത്? എനിക്ക് ഞാൻ ഒറ്റ ഒരു പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ്. സർക്കാർ ചോദിച്ചാൽ വേറെ പറയും. സ്വർണ്ണക്കടത്തുമായി ബന്ധപ്പെട്ട് നിർണായകമായ ഫോൺ കോൾ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ നിന്ന് വന്നു എന്ന് പച്ചക്കള്ളം പറഞ്ഞു. പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന് വെറുതെയാണോ? പ്രിൻസിപ്പൽ സെക്രട്ടറി ജയിലിൽ കിടന്ന് വെറുതെയാണോ? സുരേഷിന് ജോലി ശിവശങ്കരൻ ജയിലിൽ കിടന്നു. കേസ് ഇപ്പോഴും ഉണ്ട്. ആ കേസ് SFIO കേസ് സർക്കാരിന്റെ കേസല്ല. SFIO കേസ് സർക്കാരിന്റെ കേസാണ് ഞാൻ പറഞ്ഞു. സർക്കാർ തന്നെയാണ് മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ അഴിമതിയാണോ? സാറേ, SFIO കേസ് തെളിഞ്ഞാൽ അടുത്ത ഘട്ടം അതാണ്. ഈ കേസ് ഞാൻ ഒന്നുകൂടെ വായിക്കാം. എന്തൊക്കെയാണ് പറഞ്ഞത്? ഇപ്പോഴാണ് എന്റെ ഇങ്ങനെ ആളുകളെ തെറ്റിദ്ധരിപ്പിക്കുന്നത്. അങ്ങനല്ല. എനിക്കിപ്പോ ഇത്രേ ഉള്ളൂ. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു അഴിമതി കേസ് ഈ CMRL വിഷയത്തിൽ കോടതിയിൽ നിലവിലുണ്ടോ? എനിക്ക് പറയാലോ. അതേ പറയാം. അഴിമതി കേസ് ഒറ്റ സെൻസ് പറയണോ? അതോ രണ്ട് സെൻസ് സമ്മതിക്കില്ല? ഞാൻ പറയും. എനിക്ക് പറയാലോ. മുഖ്യമന്ത്രിയുടെ മകൾക്കെതിരെ ഒരു ഗുരുതരമായ ആരോപണം ഉയരുകയും കേരളത്തിൽ പ്രവർത്തിക്കുന്ന ഒരു കമ്പനി, ആ കമ്പനി ഒരു
തിരിച്ച് സേവനവും തിരിച്ചു വാങ്ങിക്കാതെ മുഖ്യമന്ത്രിയുടെ മകൾക്ക് കുറെ പൈസ കൊടുത്തെന്നും അത് ഇല്ലീഗലാണെന്നും ആ പൈസ തിരിച്ചു പിടിക്കണമെന്നും അല്ലെങ്കിൽ ടാക്സ് അടയ്ക്കണമെന്നും പറഞ്ഞ SFIക്ക് ഒരു കേസുണ്ടെങ്കിൽ അത് അഴിമതി ആരോപണം തന്നെയാണ്. അഴിമതി ആരോപണമാണ്. ഇതേ കാര്യമാണ് മാത്യു കുഴൽനാടൻ പറഞ്ഞത്. കോടതി എന്താ പറഞ്ഞത്? കേട്ടില്ല. ഇതേ കാര്യമാണ്. ഇതേ കാര്യം. ഞാൻ ആ കേസ് ഞാനേ ഈ ഒറ്റ കാര്യത്തിൽ ഒരു മിനിറ്റ് SFI എന്താ നിങ്ങൾ ചോദിച്ചു? എനിക്കും അറിയാവുന്ന കാര്യം മാത്യു കുഴൽനാടൻ വിജിലൻസ് കോടതിയിൽ ഹർജി സമർപ്പിച്ചത് ഏത് റെക്കോർഡ് വെച്ചിട്ടാ? താങ്കൾ പറഞ്ഞു SFIയോട് എന്താ കോടതി പറഞ്ഞത്? കോടതി പറഞ്ഞു സർക്കാരിന്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും ഒരു സേവനം ഇയാൾക്ക് ചെയ്തു കൊടുത്തതായി കണ്ടുപിടിച്ചിട്ടില്ല, അതുകൊണ്ട് പറ്റില്ല. പക്ഷെ എന്റെ പ്രശ്നം ഇനി നിങ്ങൾ ഞാൻ തിരിച്ചു ഡയറക്ടർ ബോർഡിന് നഷ്ടമുണ്ടായി എന്ന് സമ്മതിച്ചു. ഡയറക്ടർ ബോർഡിന് നഷ്ടമല്ല, വെറും നഷ്ടമല്ല. അയ്യേ, എന്താ നഷ്ടം? ഡയറക്ടർ ബോർഡിന് എന്താ നഷ്ടം? പറഞ്ഞു ഡയറക്ടർ ബോർഡ് എന്താ നഷ്ടം? ഡയറക്ടർ ബോർഡ് എന്താ നഷ്ടം? ഇത് നമ്മൾ ചർച്ച നീട്ടിക്കൊണ്ട് വരിക. പ്രതിപക്ഷം എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്ന അറിയാൻ വേണ്ടി അതേ സാധനം ഭരണപക്ഷം എങ്ങനെയാണ് ആടിനെ പട്ടിയാക്കുന്നത്? ശരി ജിമ്മി, ശരി. ഈ സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ അഴിമതി നിലനിൽക്കുമോ നിലനിൽക്കില്ലയോ ഈ കേസുമായി ബന്ധപ്പെട്ട് ജിമ്മി കൊണ്ടുവന്ന രേഖകളുടെ അടിസ്ഥാനത്തിൽ കോടതി എന്താ പറഞ്ഞത്? വിജിലൻസ് കോടതി, ഹൈക്കോടതി, സുപ്രീം കോടതി കേസ് നിൽക്കുമോ ഇല്ലയോ? അതിനോട് അതാ ഞാൻ തിരിച്ചു പറഞ്ഞത്. നിങ്ങൾ ഞാൻ പറയുന്നത് കേൾക്കാൻ നിങ്ങൾ തയ്യാറാകുന്നില്ലല്ലോ. ഞാൻ തയ്യാറാണല്ലോ. സർക്കാരുമായി ബന്ധപ്പെട്ട് പറയണം. അത് സർക്കാരുമായി ബന്ധപ്പെട്ട് തന്നെ പറയുന്നത്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ കാര്യത്തിൽ പ്രത്യേകിച്ച് ഒരു പണി അവർ ചെയ്തിട്ടില്ല. അത് എസ്റ്റാബ്ലിഷ്ഡ് ആണ് ആണല്ലോ. അതുകൊണ്ടാണ് ഇതുമായി ബന്ധപ്പെട്ട് അവരല്ല കമ്പനി സേവനം എന്താണെന്ന് ഇതുവരെ വീണ ഇതുവരെ സത്യവാങ്മൂലം കൊടുത്തിട്ടില്ല. സേവനം എന്താണെന്ന് വീണ ഇതുവരെ പറഞ്ഞിട്ടില്ല. ആരോട് ഞാൻ 2 ദിവസം തരാം. വീണയുടെ സേവനം എന്താണെന്ന് സാർ പറഞ്ഞാൽ മതി. വീണ കൊടുത്ത സേവനം എന്താണ്? മുഖ്യമന്ത്രിയുടെ മകൾക്ക് എന്ത് സേവനമാണ് മുഖ്യമന്ത്രി എന്ത് സേവനം ഇതുവരെ പറഞ്ഞില്ലല്ലോ. ഇതുവരെ പറഞ്ഞിട്ടില്ലല്ലോ. എന്ത് സേവനം? പിള്ളേരുടെ സ്കൂളിലെ ഐടിക്ക് സോഫ്റ്റ്വെയർ എടുക്കുന്ന കമ്പനി, മണൽവാറിലെ കമ്പനിക്ക് സോഫ്റ്റ്വെയർ ചെയ്യുന്നത് ഒരു ട്രിബ്യൂലേഷൻ ഇല്ല. ഒരു സേവനമില്ല. നിങ്ങൾ ഇതിനെ സുപ്രീം കോടതിയിൽ പോയതിനു ശേഷം ഈ വിഷയത്തിൽ എന്താ വിധി വന്നത്? ഈ തെളിവുകൾ വീണ തൈക്കണ്ടി എക്സാലോജിക് കമ്പനി തെളിവുകളില്ലാതെ അല്ലെങ്കിൽ സേവനമില്ലാതെ പ്രതിഫലം വാങ്ങി. SFIയുടെ അന്വേഷണമുണ്ട്. ജിമ്മി പറഞ്ഞ് 2 കാര്യം കോടതി പോയതല്ലേ? അതിന്റെ ഭാഗമായി കോടതി ചോദിച്ചു, ഇതിനുമായി ബന്ധപ്പെട്ട് സർക്കാരിന്റെ ഭാഗത്തുനിന്ന് വഴിവിട്ടൊരു നീക്കമുണ്ടായോ? അതിന് തെളിവ് കൊടുക്കാൻ അതല്ല ഞാൻ പറഞ്ഞു. നിങ്ങൾ ഇത് പറ. ജിമ്മിക്ക് കൊടുക്കാൻ പറ്റുമോ? ഇപ്പോ നിങ്ങൾക്ക് ഇത് പറയാൻ പറ്റുമോ? എന്ത് സേവനം തിരിച്ചു കൊടുത്ത് പറയാൻ പറ്റുമോ? അതിന് ഉത്തരമില്ല. മുഖ്യമന്ത്രിക്ക് പോലും അറിയില്ല. കമ്പനികൾ തമ്മിൽ എന്ത് സേവനം വേണമെങ്കിൽ കൊടുക്കാം. സർക്കാർ ഇവർക്ക് ഇപ്പൊ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് AMC കുറിച്ചാണ്. അപ്പൊ ഈ കമ്പനി മാത്രമല്ല രണ്ടെണ്ണം ഉണ്ട്. കമ്പനിക്ക് ഉണ്ട്, 927 ഇതൊക്കെ നമ്മൾ വിശദമായി ഞാനും ചർച്ച ചെയ്ത അല്ലല്ല നമ്മൾ മീറ്റ് ദ എഡിറ്റേഴ്സിൽ വിശദമായി ചർച്ച ചെയ്ത വിഷയമാണ്. അപ്പോൾ കോടതിയിൽ പോയി തോറ്റു തുന്നം പാടിയ ഒരു കേസ് സർക്കാരിന്റെ ഭാഗത്ത് ഞാൻ ആവർത്തിച്ച് ചോദിക്കുന്നു. ഇപ്പോഴും SFIO അന്വേഷണത്തിനുള്ള കേസ് റണ്ണിംഗ് ആണ്. 166 പേജിന്റെ കുറ്റപത്രം സമർപ്പിച്ചിട്ടുണ്ട്. അതിൽ അപ്പീൽ പോയത് വീണയാണ്. അപ്പീൽ പോയത് ഹൈക്കോടതിയിൽ നമ്മൾ ഏറെ സമയം അപഹരിച്ചു. ഒരിക്കൽ കൂടി ഞാൻ നിങ്ങൾ 2 പേരെടുത്തും ചോദിക്കുന്നു, ഈ കേസുമായി ബന്ധപ്പെട്ട് CMRL വിഷയവുമായി ബന്ധപ്പെട്ട് ഇനി ഒരു വിജിലൻസ് അന്വേഷണമോ അഴിമതിയുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണമോ സാധ്യമാണോ? SFIOയുടെ അന്വേഷണത്തിന്മേൽ കോടതി സാധ്യമാണ്. SFIO സീരിയസ് ഫ്രോഡ് കണ്ടെത്തി കഴിഞ്ഞാൽ ഫർദർ മറ്റ് ഏജൻസികൾക്ക് ഏറ്റെടുക്കാൻ സാധിക്കും. കേന്ദ്ര കമ്പനികാര്യ മന്ത്രാലയം ആണ് ഈ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. പഠിപ്പിക്കല്ല. CMRL വിഷയത്തിൽ മാത്യു കുഴൽനാടൻ കൊടുത്ത സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിൽ വിജിലൻസ് അന്വേഷണം വേണമെന്ന ഹർജി തള്ളി.
ഇപ്പോൾ SFI അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് സർക്കാരുമായി ബന്ധപ്പെട്ട വിഷയമല്ല, 2 കമ്പനികളുമായി ബന്ധപ്പെട്ട് ലാഭനഷ്ടങ്ങൾ ആ കമ്പനിയുടെ ഉടമ മുഖ്യമന്ത്രിയുടെ മകൾ വീണയാണ്. അത് നോക്കൂ, അതിന് വീണ മുഖ്യമന്ത്രിയുടെ അപ്പീൽ കൊടുക്കുകയാണ്. ആഭ്യന്തര വകുപ്പ് മന്ത്രിയുടെ മകളാണെങ്കിലും അതിൽ കമ്പനികൾക്ക് ലാഭനഷ്ടം ഉണ്ടായോ എന്ന വിഷയം അഴിമതി വിഷയമായി വരുന്നത് എങ്ങനെയാണ്? അങ്ങനെ അതിന് വരില്ല. എങ്ങനെ വരും? മുഖ്യമന്ത്രിയുടെ മകൾ SFIയുടെ അന്വേഷണത്തെ തുടർന്ന് വിജിലൻസ് ഉത്തരവിടാൻ അല്ല പറ്റില്ല. കമ്പനി കാര്യമാണെങ്കിൽ വേറെ അല്ല സാറേ, അതാ സംഭവം കമ്പനിയുടെ പേരാന്ന്. അല്ല, ആ അന്വേഷണ കമ്പനിയുടെ ഏജൻസിയുടെ പേരോ? പേരാണ്. കമ്പനിയുടെ പേരോ? അന്വേഷണ എന്തായി സീരിയസ് ഫ്രോഡ് നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? ഒരു കമ്പനിയിലെ ഡയറക്ടർമാരിൽ ഒരു ഡയറക്ടർ പറയുന്നു, ഇതിൽ ഞങ്ങൾക്ക് അടുത്ത കമ്പനിയുമായുള്ള എഗ്രിമെന്റ് വെച്ചപ്പോൾ ഈ കമ്പനിയുടെ ഡയറക്ടറുടെ ഷെയറിൽ ഇത്ര വ്യത്യാസം വന്നിട്ടുണ്ട്, അതാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു അന്വേഷണം അത് വലിയ ഫ്രോഡാണ്. അതൊരു വലിയ ഫ്രോഡാണ്. ആ സാധാരണ എന്താണ് ഇങ്ങനെ മുന്നോട്ട് പോകാൻ പറ്റില്ല. ഒരു കാര്യം ഞാൻ പറഞ്ഞോട്ടെ, ഞാൻ വളരെ വ്യക്തമായി പറയുകയാണ്. ഡോക്ടർ അരുൺ മറ്റുള്ളവരെ പറയാൻ അനുവദിക്കാതെ അതിന്മേൽ പറയുകയാണ്. ഈ 1 മണിക്കൂർ താങ്കളുടെ സമയമാണോ? 1 മണിക്കൂർ താങ്കളുടെ സമയമാണോ? അല്ല, താങ്കളുടേത് 10 മിനിറ്റ് ആണ്. എല്ലാവർക്കും ഒരേ സമയമാണ്. ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെട്ടില്ലേ? ഞാൻ പറഞ്ഞപ്പോൾ താങ്കൾ ഇടപെട്ടില്ലേ? നിങ്ങൾ പറഞ്ഞില്ലേ കമ്പനി കാര്യങ്ങൾ ചർച്ച ചെയ്യാനാണ് SFI എന്ന് പറഞ്ഞില്ലേ? വായിക്കട്ടെ SFI എന്താന്നുള്ളത്. SFI ഇറ്റ്സ് എ സ്റ്റാറ്റ്യൂട്ടറി കോർപ്പറേറ്റ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ഏജൻസി ഇൻ ഇന്ത്യ. മനസ്സിലായോ? കോർപ്പറേറ്റ് ഫ്രോഡാണ് എന്ന് പറയാം. അതിനെങ്ങനെ കോർപ്പറേറ്റ് ഫ്രോഡ് ആണ്. കോർപ്പറേറ്റ് ഫ്രോഡ് അതെങ്ങനെ സർക്കാർ വരിക? ഇത് വീണ്ടും സെപ്പറേറ്റ് എൻറ്റിറ്റി ആണ്. ആ എൻറ്റിറ്റി കമ്പനി എൻറ്റിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. നാളെ പഠിപ്പിക്കാം. കമ്പനി എൻറ്റിറ്റി ആണെന്ന് എല്ലാവർക്കും അറിയാം. കമ്പനി പ്രത്യേക എൻറ്റിറ്റിയാണ്. കമ്പനിക്കകത്ത് നിങ്ങളെ കുടിക്കുന്നത്. ശരി, പറയൂ. SFI ഒന്നുകൂടി വായിക്കാനൊന്നുമില്ല. കോർപ്പറേറ്റ് എൻറ്റിറ്റി സർക്കാരാണോ? വീണ്ടും ഇത് തന്നെയാണ്. എന്റെ പൊന്നു സുഹൃത്തുക്കളെ, ഒന്നുകൂടെ ഞാൻ പറഞ്ഞ് അവസാനിപ്പിക്കാൻ ഒറ്റ കാര്യമുള്ളൂ. നിങ്ങൾ ഈ പറയുന്നു ഈ സർക്കാർ എന്തെങ്കിലും 1 രൂപ ഈ പറയുന്ന നമ്മുടെ കർത്താടെ കമ്പനിക്ക് കൊടുത്തിട്ടുണ്ടോ? ഇല്ല, ഇതുവരെ അത് കണ്ടുപിടിച്ചിട്ടില്ല. അത്രേ ഉള്ളൂ. ഒരു വരി കൂടെ നിങ്ങൾ അത് പറ്റില്ല. അതേസമയം മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഈ പറയുന്ന കമ്പനി കൊടുത്ത പണത്തിന് യാതൊരു തരത്തിലുള്ള സർവീസ് എന്താണെന്നുള്ള ഇതുവരെ വ്യക്തമല്ല. അതാണ് മുഖ്യമന്ത്രിയുടെ മകളാണ് അന്വേഷിക്കേണ്ട വിജിലൻസ് ആണ്. ഒരു കമ്പനി വേറൊരു കമ്പനിയുമായി കരാറുണ്ട്. മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെന്നിരിക്കട്ടെ, മുഖ്യമന്ത്രിയുടെ മകളുടെ കമ്പനി അല്ല. മുഖ്യമന്ത്രിയുടെ മകൾ അല്ലെങ്കിൽ ഇത് അന്വേഷിക്കേണ്ടത് SFI തന്നെയല്ലേ? ആണ്. കമ്പനിയാണെങ്കിൽ മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറയുമ്പോൾ രാഷ്ട്രീയമായി ഇടപെടലെന്നല്ലേ? അത് അല്ലല്ല, ഒരു മിനിറ്റ്. മുഖ്യമന്ത്രിയുടെ മകൾ എന്ന് പറഞ്ഞാൽ അതിൽ രാഷ്ട്രീയമായ ഗവൺമെന്റിന്റെ അധികാരമുണ്ട് എന്നല്ലേ? ഇടപെടലുണ്ട് എന്നല്ലേ? അത് അന്വേഷിക്കേണ്ടത് SFI ആണോ? വേണമെങ്കിൽ ഉണ്ടാവാം. അതന്വേഷിക്കേണ്ടത് SFI ആണോ? SFI അല്ല. അല്ലല്ലോ. മുഖ്യമന്ത്രി അല്ലാത്ത സാഹചര്യത്തിൽ അന്വേഷണമല്ലേ സുപ്രീം കോടതി? അപ്പൊ ഇതൊരു കമ്പനിയാണ്. കോർപ്പറേറ്റ് എൻറ്റിറ്റിയുടെ ഫ്രോഡല്ലേ അന്വേഷിക്കുന്നത്? പിടിക്കുമല്ലോ. പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? പിടിച്ചു കഴിഞ്ഞാൽ എന്ത് സംഭവിക്കും? കമ്പനിയിലെ ഡയറക്ടറുമായിട്ട് ബന്ധപ്പെട്ടത് സെറ്റിൽ ചെയ്യണം. ശിക്ഷിച്ചാലേ കമ്പനി ഡയറക്ടർ ജയിലിൽ പോവാ. ഈ സേവനം കിട്ടി പറയാൻ അധികാരം ഒരേ ഒരു പാർട്ടി. കേസ് വീണ വിജയനെ പ്രതിസ്ഥാനത്ത് നിർത്തി എന്നുള്ളതാണ്. അല്ല, CMRL-മായി ബന്ധപ്പെട്ട് CMRL നഷ്ടം വന്നു എന്ന പരാതിയിലാണ് ഈ കേസ്. അതെങ്ങനെ കേസ് വന്നത്? KSIDC-യുമായി ബന്ധപ്പെട്ട് അത് പബ്ലിക് സ്ഥാപനമാണെന്നും പബ്ലിക് ലിസ്റ്റഡ് കമ്പനിക്ക് നഷ്ടമുണ്ടാക്കി ഇങ്ങനെ ഇടപാടില്ലെന്നും ഷോൺ ജോർജിന്റെ പരാതി. ആ പരാതിയാണ് ഷോൺ ജോർജിന്റെ പരാതിയല്ല. ഇത് ആദ്യമേ കണ്ടുപിടിച്ചൊരു എന്റെ പൊന്നെ 2022 എന്ത് 2018 എന്ന് മാത്രമല്ല 2 കമ്പനികൾ തമ്മിലുള്ള ഇടപാടിൽ വളരെ വലിയൊരു ഫ്രോഡ് നടന്നിരിക്കുന്നു. ആ ഫ്രോഡാണ് അന്വേഷിക്കുന്നത്. ഞാനിപ്പോഴും പറയുന്നു, അതിനകത്ത് മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു സേവനവും ഇല്ലാതെയാണ് ഇത് കൊടുത്തതെന്ന് തെളിഞ്ഞാൽ ഇതിനകത്ത് ബാക്കിയുണ്ടാവും. അതെങ്ങനെയാ? അത് ചുമ്മാ കൊടുത്തത് സുപ്രീം കോടതി തള്ളി ഈ കേസിൽ അന്വേഷണം എങ്ങനെ വരും?
പുതിയ എവിഡൻസ് ഉണ്ടെങ്കിൽ പുതിയ ഏത് എവിഡൻസ് വന്നാൽ ഏത് എവിഡൻസ് ഏത് എവിഡൻസ് ആയാലും എങ്ങനെ വരും? ഞാൻ തിരിച്ച് അല്ല എവിഡൻസ് ഒരു സംശയമല്ല. ഈ സീരിയസ് ഫ്രോഡ് അന്വേഷിക്കുന്ന കേസിൽ എങ്ങനെ എവിഡൻസ് വരും? ഞാൻ തിരിച്ച് നിങ്ങൾ വേറെ തിരിച്ചു ചോദിക്കുകയാണ്. ഇപ്പൊ ഈ SFIയുടെ ഇൻവെസ്റ്റിഗേഷനിൽ ഒരു സേവനവും ഇല്ലാതെയാണ് ഈ പൈസ കൊടുത്തത് എന്ന് തെളിഞ്ഞൊന്ന് വിചാരിക്കുക. അങ്ങനെ തെളിയില്ല. തെളിയില്ലെന്നോ? അങ്ങനെയല്ല, അത് തെളിയണമെങ്കിൽ CMRL വന്ന് പറയണം. ഈ പറയുന്ന വീണ തൈക്കണ്ടി ഞങ്ങൾക്ക് സേവനം തരാതെയാണ് പൈസ വാങ്ങിയത്. CMRL മണ്ടത്തരം ആണ്. ഒരു മിനിറ്റ്. ഈ സംഭവം തുടങ്ങുന്നത് തന്നെ ഈ വീണ തൈക്കണ്ടിക്ക് ഞങ്ങൾ പൈസ കൊടുത്തു, ഞങ്ങളെ സേവനം വാങ്ങിച്ചു എന്ന് പറഞ്ഞ് ടാക്സ് ഫയൽ ചെയ്തു, ടാക്സ് റിട്ടേൺസ് ഫയൽ ചെയ്തു. അപ്പോഴാണ് പറയുന്നത് അങ്ങനല്ല, ഈ അങ്ങനെയാണ്. തെറ്റാണ്. കാരണം എന്താ അറിയോ, 8 കോടി രൂപ എല്ലാ സംവിധാനങ്ങളും കൂടെ ഉമ്മൻചാണ്ടി, രമേശ് ചെന്നിത്തല, കുഞ്ഞാലിക്കുട്ടി, അത് വേറെ, അത് വേറെ എല്ലാരും കൂടെ വാങ്ങി. ന്യൂസ് സ്റ്റേറ്റ് നമ്മൾ ഇത് ചർച്ച ചെയ്തതിന്റെ ഒരു കാര്യം ഇതാണ്. കേരളത്തിൽ നടക്കുന്ന ചർച്ച വേണ്ടിയാണ്. സർക്കാരുമായി ബന്ധപ്പെട്ട ഒരു വിജിലൻസ് അന്വേഷണവും ഈ കേസിൽ നിലനിൽക്കില്ലെന്ന് സുപ്രീം കോടതി വിധിച്ചതിനു ശേഷവും ഇതാണ് പ്രതിപക്ഷം മുന്നോട്ട് കൊണ്ടുപോകാൻ പോകുന്നതെങ്കിൽ അവർക്ക് നന്ദി, നമോവാകം. അല്ല, അങ്ങനെ പറഞ്ഞ ചർച്ച അങ്ങനല്ല. നിങ്ങൾ ആണല്ലോ. കൊടുത്തതിന് ഒരു തെളിവുമില്ല. സർക്കാർ കൊടുത്തതല്ല നമ്മുടെ കേസ്. മുഖ്യമന്ത്രിയുടെ മകൾക്ക് ഒരു കാര്യവുമില്ലാതെ ഒരു കമ്പനി. എനിക്ക് മനസ്സിലാകുന്നത് നിങ്ങൾ എന്താ പറഞ്ഞത്? അപ്പോൾ വിവാദങ്ങൾ തുണയ്ക്കുമോ എന്നുള്ളതായിരുന്നു ചോദ്യം. 3 പേരുടെ അഭിപ്രായം വിവാദങ്ങൾ അത് സർക്കാരിനെ തുണയ്ക്കും എന്നുള്ളതാണ്. ഈ വിവാദങ്ങൾ സർക്കാരിനെ തുണയ്ക്കുമെന്നാണ്. വിവാദങ്ങൾ സർക്കാർ താങ്കളുടെ അഭിപ്രായം? വിവാദങ്ങൾ സർക്കാരിന് തുണയ്ക്കുമെന്നല്ല, ഞാൻ പ്രതിപക്ഷത്തിന് തുണയാകും. താങ്കളുടെ അഭിപ്രായം? ഈ വിവാദങ്ങൾ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ഫലിക്കാനായി പോകുന്നു. Meet the editors.